പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഗൂഗിൾ മാപ്പിലെ ചില കിടിലൻ ഓപ്ഷനുകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നമ്മളൊക്കെ സാധാരണയായി ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നത് വഴി കണ്ടെത്താൻ വേണ്ടിയാണ്. എന്നാൽ ഗൂഗിൾ മാപ്പിൽ ഒരുപാട് ഉപകാരപ്രദമായ ഓപ്ഷനുകളുണ്ട്. ചില ഓപ്ഷനുകൾ നമുക്ക് പരിചയപ്പെടാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്നും എറണാകുളം പോകണം. എങ്ങനെ പോകാം, ഏതുവഴി പോകാം, എത്ര മണിക്ക് അവിടെ എത്തും എന്നുള്ളതൊക്കെ ഗൂഗിൾ മാപ്പിലൂടെ എങ്ങനെ കണ്ടെത്താം എന്നു നോക്കാം. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ബാറിൽ എറണാകുളം എന്നു ടൈപ്പ് ചെയ്തു കൊടുക്കുന്നു. തുടർന്ന് ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ എറണാകുളം എത്താൻ എത്ര സമയം എടുക്കുമെന്ന് കാണിക്കുന്നു. കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 10 മണിക്കൂർ കാണിക്കുന്നു. ബൈക്കിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 9.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ ബസ് അല്ലെങ്കിൽ ട്രെയിൻ ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ 8.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇതിലൂടെ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് കാണിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ യാത്രയുടെ റൂട്ട് മാപ്പ് കാണിക്കുന്നു. ഇപ്പോൾ സമയം വൈകുന്നേരം 5:35 ആണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്നും കാറിൽ യാത്ര ചെയ്താൽ 20 മിനിറ്റ് കൊണ്ട് കുമ്പള ടൗണിൽ എത്താമെന്നാണ് കാണിക്കുന്നത്. അതേസമയം നടന്നു പോകുകയാണെങ്കിൽ 1.5 മണിക്കൂർ കാണിക്കുന്നു. ഇനി കുമ്പള എത്തിയാൽ അവിടെ നിന്നും 7 മണിക്ക് കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും മലബാർ എക്സ്പ്രസ് ആണ് കാണിക്കുന്നത്. നാളെ രാവിലെ 3:05-നാണ് എറണാകുളം എത്തുന്നത് എന്നും ഇവിടെ കാണിക്കുന്നു. കുമ്പളയിൽ നിന്നും എറണാകുളം വരെ 30 സ്റ്റോപ്പുകളാണ് ഈ ട്രെയിനിൽ കാണിക്കുന്നത്. ഇനി നടന്നാണ് പോകുന്നതെങ്കിൽ 3 ദിവസമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി എനിക്ക് നാളെ രാവിലെയാണ് പുറപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ യാത്ര പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലീവ് എന്നതിൽ താഴെ സമയം സെറ്റ് ചെയ്യുക. രാവിലെ 7 മണി സെറ്റ് ചെയ്തു കൊടുത്തു. ഇവിടെ ടുഡേ എന്നുള്ളിടത്തു ടുമോറോ എന്ന് കൊടുക്കുക. പിന്നീട് സെറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇവിടെ 2 ഓപ്ഷനുകളാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷനിൽ 8 മണിക്കൂറും 46 മിനിറ്റും കാണിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷനിൽ 7 മണിക്കൂറും 58 മിനിറ്റും കാണിക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ രാവിലെ 7:39-ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്നും യാത്ര ചെയ്താൽ 21 മിനിറ്റ് കൊണ്ട് കുമ്പളയിൽ എത്തുന്നതായി കാണിക്കുന്നു. കുമ്പളയിൽ നിന്നും 7:55-ന് ഏർനാഡ് എക്സ്പ്രസ് നേരിട്ട് എറണാകുളത്തേക്ക് കാണിക്കുന്നു. 26 സ്റ്റോപ്പുള്ള ഈ ട്രെയിനിൽ പോയാൽ 8 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് വൈകുന്നേരം 4:15-ന് അവിടെ എത്തുന്നതായി കാണിക്കുന്നത്. 8 മണിക്കൂറും 45 മിനിറ്റുമാണ് മൊത്തം സമയം കാണിക്കുന്നത്. ഇനി നേരത്തെ കണ്ട രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി നോക്കാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്നും രാവിലെ 9:22-ന് പുറപ്പെടുകയാണെങ്കിൽ 21 മിനിറ്റ് കൊണ്ട് കുമ്പളയിൽ എത്തി അവിടെ നിന്നും 9:48-ന് കോയമ്പത്തൂർ എക്സ്പ്രസിൽ 3 മണിക്കൂറും 42 മിനിറ്റും പിന്നിട്ട് 20 സ്റ്റോപ്പ് കഴിഞ്ഞ് 1:30-ന് കോഴിക്കോട് എത്തുകയും അവിടെ നിന്നും 1:45-ന് തിരുവനന്തപുരം സെൻട്രലിൽ 5 സ്റ്റോപ്പ് പിന്നിട്ട് 3 മണിക്കൂറും 35 മിനിറ്റും കൊണ്ട് വൈകുന്നേരം 5:20-ന് എറണാകുളത്ത് എത്തുന്നതായാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് എറണാകുളത്ത് എത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ യാത്ര പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് അറൈവൽ ക്ലിക്ക് ചെയ്ത് സമയം സെറ്റ് ചെയ്തു കൊടുക്കുക. വീണ്ടും ഇവിടെ 2 ഓപ്ഷനുകൾ കാണിക്കുന്നു. ആദ്യത്തെ ഓപ്ഷനിൽ ആദ്യം കുമ്പളയിൽ പോയി അവിടുന്ന് നാളെ രാവിലെ 5:53-ന് കോഴിക്കോട് എക്സ്പ്രസിൽ കാസർഗോഡ് ഇറങ്ങി അവിടെ നിന്നും 7 മണിക്ക് തിരുവനന്തപുരം സെൻട്രലിൽ കയറിയാൽ 4 മണിക്കൂറും 45 മിനിറ്റ് കൊണ്ട് 6 സ്റ്റോപ്പ് പിന്നിട്ട് 11:45-ന് എറണാകുളത്തു എത്തുന്നതായി കാണാം. രണ്ടാമത്തെ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ ഇവിടെ നിന്നും കുമ്പള ടൗണിൽ പോയി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മലബാർ എക്സ്പ്രസിൽ പോകുകയാണെങ്കിൽ 8 മണിക്കൂറും 5 മിനിറ്റും കൊണ്ട് എറണാകുളം നാളെ രാവിലെ 3:05-ന് എത്തുന്നതായി കാണിക്കുന്നു. മൊത്തം 30 സ്റ്റോപ്പുകളാണ് കാണിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ട്രെയിൻ നിർത്തുന്ന ഓരോ സ്റ്റോപ്പും കാണിക്കുന്നതാണ്. ചില ഓപ്ഷനുകളിൽ ഏറ്റവും താഴെയായി യാത്രാ ചിലവും കാണിക്കുന്നതാണ്. അതുപോലെ ഇനി നമുക്ക് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര ചെയ്യാൻ ഏതൊക്കെ ഓപ്ഷനുകളുണ്ടെന്ന് നോക്കാം. ഇവിടെ 7 ഓപ്ഷനുകൾ കാണിക്കുന്നു. ഇതിൽ ഒരെണ്ണം KSRTC ബസ്സാണ് കാണിക്കുന്നത്. 9:30-ന് പുറപ്പെടുന്ന ബസ് 16 സ്റ്റോപ്പ് പിന്നിട്ട് 9 മണിക്കൂർ കൊണ്ട് 6:30-ന് എറണാകുളം എത്തുന്നതായി കാണിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. മോഡ്സ് ക്ലിക്ക് ചെയ്ത് ബസ്, ട്രെയിൻ, ട്രാം അതുപോലെ താഴോട്ട് പോയാൽ കൂടുതൽ ഓപ്ഷനുകളും കാണാം. ബെസ്റ്റ് റൂട്ട്, വീൽ ലെസ് വാക്കിംഗ് അങ്ങനെ നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എവിടെ നിന്നും നമ്മൾ യാത്ര ചെയ്യാനായി എളുപ്പമുള്ള വഴി കണ്ടെത്താൻ ഗൂഗിളിലൂടെ സാധിക്കുന്നതാണ്.
ഇത് വഴി നമുക്ക് എത്ര സമയം കൊണ്ട് എത്തുമെന്നും കണ്ടെത്തി നമ്മുടെ സൗകര്യത്തിനനുസരിച്ചു യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.